അഭിലാഷ് മോഹൻ ചേരുന്നുണ്ട്. അഭിലാഷ്, ബെയിലി പാലം നിർമ്മാണം 10 മണിയോടെ പൂർത്തിയാകുമെന്നാണ് നേരത്തെ മേജർ ജനറൽ മാത്യു പങ്കുവച്ചിരുന്നത്. 10 മണിയോടുകൂടി തന്നെ പൂർത്തിയാവുന്ന ലക്ഷണം നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? അത്ര വേഗത്തിൽ പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുക തന്നെയല്ലേ? അതിനുള്ള ശ്രമങ്ങളാണ് തീർച്ചയായും അതിനുള്ള ശ്രമങ്ങളാണ് മോത്തി നടന്നുകൊണ്ടിരിക്കുന്നത്. ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാവുന്നത് ഈ രക്ഷാദൗത്യത്തിലെ ഒരു നിർണായകമായ ഘട്ടമായിരിക്കും. ആ പൂർണ്ണമായ ബെയിലി പാലത്തിലൂടെ വാഹനങ്ങൾക്ക് ഇതാണ് ബെയിലി പാലം, അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഈ റെയിലുകൾ പൂർണ്ണമായും അപ്പുറത്തെത്തുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ക്രൂഷ്യലായ കാര്യം. അതിനുള്ള പരിശ്രമങ്ങൾ ഇപ്പോൾ നടന്നു വരുന്നു. ഈ റെയിൽ ഏതാണ്ട് 75% അപ്പുറം എത്തിക്കഴിഞ്ഞു. ഇനി ഒരു അത്രയും കൂടിയേ ബാക്കിയുള്ളൂ. അതിനുശേഷം ഈ പാലത്തിലൂടെ റെയിലുകൾ അപ്പുറത്തെത്തണം. അതിനുശേഷം വാഹനങ്ങൾ കടത്തിവിടാനുള്ള സാഹചര്യം ഒരുക്കണം. ഈ ശ്രമകരമായ ദൗത്യം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്ത് താൽക്കാലിക പാലം വഴി വളരെ സുഗമമായി യാത്ര നടക്കുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇന്നലെ വളരെ ബുദ്ധിമുട്ടിയായിരുന്നു താൽക്കാലിക പാലം വഴി അപ്പുറത്തേക്ക് ആളുകളെ എത്തിച്ചിരുന്നത് എങ്കിൽ ഇന്ന് വളരെ സുഗമമായി തന്നെ താൽക്കാലിക പാലം വഴി ആളെ കടത്തിവിടുന്നുണ്ട്. ഇന്നത്തെ ഒരു പ്രത്യേകത, ഇന്നലെ വന്നതുപോലെ കൂട്ടമായി ആളുകളെ അപ്പുറത്തേക്ക് കടത്തിവിടുന്നില്ല. മറിച്ച് ഇപ്പോൾ ഏത് ദുരിതാശ്വാസ സംഘമാണ്, ഏത് സംഘമാണ്, അവരുടെ ടീം ലീഡർ ആരാണ്, അവർ കൃത്യമായ ഐഡന്റിറ്റി കാർഡ് നൽകി അവരുടെ ടീം അംഗങ്ങൾ ആരാണ് എന്ന് വിശദീകരിച്ചതിന് ശേഷം, അവരുടെ ലിസ്റ്റ് കൊടുത്തതിന് ശേഷം മാത്രമേ അപ്പുറത്ത് പോകാൻ കഴിയുകയുള്ളൂ. ഇന്നലെ അങ്ങനെ ആയിരുന്നില്ല. ഇന്നലെ എല്ലാവർക്കും പോകാമായിരുന്നുവെങ്കിൽ ഇന്ന് ഈ ദുരന്ത മേഖലയിലേക്കുള്ള എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. അതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് താൽക്കാലിക പാലം എനിക്കിവിടെ നിന്ന് നോക്കിയാൽ കാണാം. താൽക്കാലിക പാലം വഴിയുള്ള യാത്ര ഇന്ന് സുഗമമാണ്. അപ്പുറത്തും ഇപ്പുറത്തും അപ്പുറവും ഇപ്പുറവും കിടക്കാൻ വേണ്ടി വലിയ ക്യൂവോ തിരക്കോ ഒന്നും കാണുന്നില്ല എന്നുള്ളത് കാണണം. അപ്പുറത്ത്, അതായത് ഇന്നലെയിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് അപ്പുറത്ത് ഹിറ്റാച്ചികളുണ്ട്, മണ്ണുമാന്തി യന്ത്രങ്ങളുണ്ട് എന്നുള്ളതും കാണണം. ഇവിടെ നിന്ന് ഒരു കുത്തനെയുള്ള കയറ്റമുണ്ട് 3 കിലോമീറ്ററോളം. അപ്പോൾ ഈ പാലം പണി പൂർത്തിയായാൽ ഈ പാലം വഴി അപ്പുറത്തെത്തുന്ന വാഹനങ്ങൾക്ക് സുഗമമായി 2-2.5 കിലോമീറ്റർ വരെ ഉള്ളിലേക്ക് പോകാൻ കഴിയും. അതിനുശേഷം ഈ റോഡുകൾ നേരെയാക്കേണ്ടതുണ്ട്. അതിനും ഈ പറഞ്ഞ ഹിറ്റാച്ചുകളുടെയും മറ്റും സേവനം ആവശ്യമുണ്ട്. അങ്ങനെ കണക്ടിവിറ്റി പൂർണ്ണമാക്കി എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പടി. അതിനുശേഷം ഈ മണ്ണിൽ പൂണ്ടുകിടക്കുന്ന ശരീരങ്ങൾ കണ്ടെത്തുക എന്ന വലിയ വെല്ലുവിളിയും. ഇന്നലെയൊക്കെ ഹൃദയഭേദകമായിരുന്നു മോത്തി കാഴ്ച.